വീട്ടിലെ പ്രസവം, ഹോം ബർത്ത് മലപ്പുറത്ത് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നു. മലപ്പുറം എന്നല്ല, കേരളത്തിൽ വലിയ ചർച്ച നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചും അലോപ്പതി ചികിത്സ, മരുന്ന് ഉപയോഗിക്കരുത്, ടെസ്റ്റുകൾ നടത്തരുത് എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ചിലരൊക്കെ എന്നെ വിളിച്ചിരുന്നു, ചിലരൊക്കെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചിരുന്നു. ഫോൺ വിളിച്ച് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ എന്ന് വെച്ച് എനിക്ക് എന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ഞാൻ അതിന്റെ അടുത്ത പാർട്ടാണ് ഇതിൽ പറയുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിൽ എത്ര പേര് ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. വീഡിയോ മുഴുവൻ കാണുന്നവർ എന്തായാലും ഇത് ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ പിന്തുണയും ആവശ്യമുണ്ട്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുകയും വേണം. ഞാനത് പറയാൻ കാരണം, വീട്ടിലെ പ്രസവം എന്ന ഒരു അപകടം, അത് ഒരു അപകടം ആക്കിയത് ഇവിടുത്തെ അലോപ്പതി മാഫിയയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ആശുപത്രി വ്യവസായികളാണ് എന്നതാണ്. ഞാനത് എങ്ങനെയെന്നൊന്ന് പറയാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കണം. എൻ്റെ ബാല്യം മുതലുള്ള കണക്കെടുക്കുമ്പോൾ ഒരു 4500 രൂപയായിരുന്നു വലിയ ഒരു പ്രസവം. 2500 രൂപയ്ക്കായിരുന്നു അന്നത്തെ ഒരു പ്രസവ നിരക്കുന്നുണ്ടെങ്കിൽ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതൊരു 15,000 16,000 ഒക്കെ ആയിരുന്നു പ്രസവത്തിന്റെ നിരക്ക്. ഏതാനും വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ഇന്നൊരു നോർമൽ ഡെലിവറിക്ക് 50,000 75,000 ഒക്കെ ആയി മാറിയിട്ടുണ്ട്. ചില ആശുപത്രികളെങ്കിലും 1,00,000 1,50,000 ഒക്കെയാണ് ചാർജ്. അതിനിടയിൽ തന്നെ അത് സിസേറിയൻ ആക്കി, അതായത് സിസേറിയൻ ആയാൽ എന്നാണ് പറയുന്നത്. പക്ഷെ സിസേറിയൻ ആക്കി, എങ്ങനെയാണ് സിസേറിയൻ ആക്കുന്നത് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ സിസേറിയൻ ആയാൽ പിടുത്തം വിടും, അവിടെയും നിൽക്കില്ല തുക. അത് 1,00,000 1,50,000 തുടങ്ങും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആശുപത്രിയുടെ വണ്ണവും വലിപ്പവും അനുസരിച്ചാണ് പോകുന്നത്. ഈ അലോപ്പതിക്കാരത്ത് കയറിട്ട് ചൊറിയരുത് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഒരു അസ്മ മരണപ്പെട്ടല്ലോ, ആ ഉസ്താദ് വീട്ടിൽ പ്രസവിപ്പിച്ചല്ലോ. അതിന്റെ ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. അത് ശരിയാണ്, എല്ലാം അലോപ്പതിക്കാരുടെ മണ്ടയിൽ വെച്ച് കിട്ടുന്നു എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ അതിന് കാരണമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളാണ് സാലറി. സത്യസന്ധമായി പറഞ്ഞാൽ ഓരോ ഡോക്ടർക്കും എന്താ പറയുക, ടാർഗറ്റ് ഉണ്ട്. ഇത്ര സർജറി വേണം, ഇത്ര ഡെലിവറി സിസേറിയൻ വേണം എന്ന് ടാർഗറ്റ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു ചെറിയ ആശുപത്രികളിലും ഒരല്പം വലിയ ആശുപത്രികളിലും ഇത്തരത്തിൽ സർജറി നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലക്ഷങ്ങൾ സാലറി കൊടുക്കുന്ന ആശുപത്രികളിൽ, വ്യവസായ സ്ഥാപനങ്ങളിൽ എത്ര സർജറികൾ അനാവശ്യമായി നടത്തുന്നുണ്ടാവും, എത്ര ടെസ്റ്റുകൾ അനാവശ്യമായി നടത്തുന്നുണ്ടാവും, എത്ര സ്കാനുകൾ അനാവശ്യമായി നടത്തുന്നുണ്ടാവും? ഉണ്ട്, ഒരുപാടുണ്ട്. പല ലാബുകളിലും പല റിസൾട്ടാണ്. ഇത് വിളിച്ചു പറഞ്ഞതിനാണ് മോഹന വൈദ്യരെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചത്. അവിടെ നിൽക്കട്ടെ. ഏതായാലും പ്രസവം എന്ന് പറയുന്നത് ഇന്നൊരു വ്യവസായമാണ്. ഒരു വ്യവസായം, വെറും കച്ചവടമല്ല, ഒരു വ്യവസായമാണ്. വലിയ ആശുപത്രികളിൽ ഒരു കച്ചവടമാണ്. ചെന്ന് കഴിഞ്ഞാൽ കടുവകളാണ് അവിടെ നിൽക്കുന്നത്. അവർ തീരുമാനിക്കും എങ്ങനെ വേണം, എന്ത് വേണം എന്നൊക്കെ. പിന്നെ മറ്റുള്ളവരെ അടുക്കാൻ അനുവദിക്കില്ല. സിസേറിയൻ ആകുന്ന എങ്ങനെയൊന്നും ഒന്ന് പറഞ്ഞുതരാം. സിസേറിയൻ ആകുന്നത് അപ്പോൾ ഒരു 15-ാം തീയതി പ്രസവം തീയതിയാണ് എന്ന് അവരങ്ങ് തീരുമാനിക്കും. ഡേറ്റ് വെച്ചൊക്കെ അങ്ങോട്ട് പറയും. നേരത്തെ 2 ദിവസം നേരത്തെ അവിടെ എത്തണം. അപ്പോൾ 15-ാം തീയതി ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു 13-ാം തീയതിയോ 12-ാം തീയതിയോ ഈ പേഷ്യന്റ് അവിടെ എത്തും. പേഷ്യന്റാണ്, ഒരു ജനന പ്രക്രിയയാണ്. ഈ ഭൂമിയിൽ എല്ലാ ജീവികളും ജീവജാലങ്ങളും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതൊരു രോഗമല്ല എന്ന് ചിന്തയൊന്നുമില്ല. പേഷ്യന്റ് അവന്. അങ്ങനെ പേഷ്യന്റ് അവിടെ എത്തും. പേഷ്യന്റ് നേരെ നോക്കും, അവിടെ നിന്ന് റെസ്റ്റ് എടുക്കും. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ പ്രസവത്തിന്റെ ലക്ഷണമുണ്ട്, തുറന്നു വരുന്നുണ്ട് എന്ന് പറയും. ലക്ഷണമുണ്ട്, തുറന്നു വരുന്നുണ്ട്. പിന്നെ ഒരു മരുന്ന് വെക്കലാണ്. ആ മരുന്ന് വെക്കലിൽ വലിയൊരു ശതമാനം പ്രസവിക്കില്ല. വേദന തിന്ന് അങ്ങേ അറ്റം പോകും, പിടുത്തം വിടും. അവസാനം ആ വേദന അവസാനിപ്പിക്കാൻ പ്രസവിച്ച് പോരില്ല എന്ന് മനസ്സിലാവുമ്പോൾ സിസേറിയനിലേക്ക് പോകും. ഈ നോർമലി ഒരു കുട്ടി തികഞ്ഞിട്ട് പ്രസവിച്ച് പോരാനുള്ള ഒരു സമയം കാത്തു നിൽക്കില്ല. എങ്ങനെയെങ്കിലും ഒക്കെ അവർ ഡെലിവറി സർജറിയാക്കി മാറ്റും. അതിന്റെ പിന്നിൽ നടക്കുന്ന കഥകൾ ഇങ്ങനെ. ഇത് ഞാൻ വെറുതെ തള്ളിവിടുന്നതല്ല, ഞാൻ അനുഭവസ്ഥനാണ്, അതുകൊണ്ടാ പറയുന്നത്. പിന്നെ അടുത്തൊരു കച്ചവടമുണ്ട്. ഈ പ്രസവിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി ചിലപ്പോൾ മഞ്ഞ ഉണ്ടാവും. ഈ മഞ്ഞ സ്വാഭാവികമാണ്. കാരണം ഗർഭിണിയാകുന്ന ആ സ്ത്രീ
വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്, വെയിലുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് മഞ്ഞുണ്ടോ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് സൂര്യപ്രകാശം ഒന്ന് മര്യാദയ്ക്ക് കാണിച്ചാൽ മതി. വെയിലത്തിട്ട് വാട്ടണമെന്നല്ല പറയുന്നത്. അത് കാണിച്ചാൽ തന്നെ 3-4 ദിവസം കൊണ്ട് ആ മഞ്ഞ അങ്ങോട്ട് പോകും. ആ സ്ഥാനത്ത് എടുത്തുകൊണ്ട് പോയി ബൾബ്, നമ്മൾ ഫിലമെന്റ് ബൾബ് ഉണ്ടല്ലോ, അത് കത്തിച്ചാൽ ചോട്ടിൽ കുട്ടിയെ കിടത്തും. അതാണ് ICUയിൽ കൊണ്ടുപോകണത്. അതിനും വാങ്ങണം ബില്ല്. തൊട്ടതിനും പിടിച്ചതിനും ICU അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഭീമമായ ബില്ല്. തെക്ക് പഴക്ക ഓടിക്കും. ഒരു നോർമൽ ഡെലിവറി നടന്നാൽ അവർക്ക് കൊടുക്കുന്ന ആ മരുന്നുകളുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് എടുക്കണം. ഏതൊക്കെ മരുന്നുകളാണ് യൂസ് ചെയ്തത്, എന്തൊക്കെ ഉപകരണങ്ങളാണ് യൂസ് ചെയ്തത് എന്ന്, ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. അപ്പോ ഇത്തരത്തിൽ ഭീമമായ ഒരു ബില്ല് ആശുപത്രിയിൽ ക്രിയേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഇത് സാധിക്കൂ? ഇന്നത്തെ കാലത്ത് വരുമാനമില്ല, ഒരു തരത്തിലും ജീവിക്കാനുള്ള വകുപ്പില്ല. ജീവിക്കാനുള്ള വകുപ്പില്ലാത്ത ഈ കാലത്ത്, കൂലിയും വേലയും ഇല്ലാത്ത ഈ കാലത്ത്, ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വ്യവസായമായി മാറുന്ന ഈ കാലത്ത് എങ്ങനെയാണ് പോയി ഡെലിവറി നടത്താൻ വേണ്ടി ആശുപത്രിയിൽ പോണത്? നടക്കില്ല. സ്വാഭാവികമായും വീട്ടിലെ പ്രസവം എന്നുള്ള ചിലരുടെ ആ പ്രോത്സാഹനത്തെ അവർ വകവയ്ക്കും. ചെയ്യാം, പണ്ടൊക്കെ ഉള്ളവർ വീട്ടിലായിരുന്നല്ലോ പ്രസവിച്ചിരുന്നത്, കുഴപ്പമൊന്നും ഇല്ലല്ലോ, അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, 10ഉം 16ഉം പ്രസവിച്ചിരുന്നല്ലോ, ഒക്കെ വീട്ടിലായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. സ്വാഭാവികം. അങ്ങനെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീട്ടിലെ പ്രസവം കൂടി വരുന്നതെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഒരു മാർഗമേ ഉള്ളൂ, ആശുപത്രിക്കാർ ഈ കച്ചവടം നിർത്തണം. പ്രസവത്തെ, ഗർഭധാരണത്തെ, പ്രസവത്തെ ഒരു വ്യവസായമാക്കി മാറ്റാതിരുന്നാൽ മതി. അതൊരു രോഗമായി കാണാതിരുന്നാൽ മതി. ഒരു മരുന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിലും പ്രസവിച്ചു പോരും. അത് കഴിയുമ്പോൾ സ്വാഭാവികമായും അത് നിൽക്കുകയും ചെയ്യും. ഒരു പ്രശ്നമില്ല, ഒരു മരുന്നിന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഏതൊക്കെ മരുന്നുകളാണ് തരുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണം. പ്രസവം കഴിഞ്ഞ് വളർന്നു നിൽക്കുന്നവരാണല്ലോ നിങ്ങളൊക്കെ. നിങ്ങളുടെ ഭാര്യമാരെയും പെൺമക്കളെയും ഒക്കെ പ്രസവത്തിന് കൊണ്ടുപോയല്ലോ. പ്രസവം ഒരു നാച്ചുറൽ പ്രോസസ് ആണെങ്കിൽ നിങ്ങളെ വീട്ടിലെ പശു, ആട് പ്രസവിക്കുന്നു, പട്ടി പ്രസവിക്കുന്നു, പൂച്ച പ്രസവിക്കുന്നു, നിങ്ങൾ എത്ര മരുന്ന് കൊടുക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നുണ്ടോ? അത് തന്നെ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യനും അതുപോലെ ഒരു ജന്തു തന്നെയാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ശരീരം അനങ്ങുന്നില്ല, മര്യാദയ്ക്കുള്ള ഭക്ഷണമല്ല കഴിക്കുന്നത്, അതുകൊണ്ട് ചില പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ചില കെയറുകൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുറെ മരുന്നുകൾ തീറ്റിച്ച് തുടങ്ങും. ഗർഭധാരണം 1-ാമത്തെ 2-ാമത്തെ മാസം മുതൽ സ്കാനിങ്ങും മരുന്നുകളും ബഹളവും അതും ഇതും എല്ലാം. എത്ര നല്ല ആരോഗ്യമുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ച് അനാരോഗ്യം ഉണ്ടാക്കും. എന്തൊക്കെ ദുരിതങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്, ഏതൊക്കെ മാരക രോഗങ്ങളാണ് എന്ന വിധത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആരോഗ്യത്തോടെ എങ്ങനെ ജീവിക്കാം, നല്ലൊരു ആരോഗ്യമുള്ള കുട്ടിയെ എങ്ങനെ പ്രസവിക്കാമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. എന്നിട്ട് അത് ഇത് എന്ന് പറഞ്ഞ് മരുന്നുകൾ അങ്ങോട്ട് തീറ്റിച്ച് ഒരു 9 മാസം ആകുമ്പോൾ ആകെ കോംപ്ലിക്കേഷൻ ആക്കും. എന്നിട്ട് മഷി കുടിച്ചു, കഴുത്തിന് കെട്ട്, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് സിസേറിയനിലേക്ക് കൊണ്ട് തള്ളി അങ്ങോട്ട് ഇടും. പ്രസവം എന്ന് പറയുന്ന ഒരു നോർമൽ പ്രോസസ്സാണെന്നും ഒരുപക്ഷെ ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ ആ സമയത്ത് മാത്രം ഇടപെട്ടാൽ മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡെലിവറി കേസിൽ ആശുപത്രിക്കാർ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ, മാന്യമായ ഒരു പരിചരണ ബില്ല് മാത്രം ഏർപ്പെടുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ വീട്ടിലെ പ്രസവവും മറ്റു കാര്യങ്ങളും ഒക്കെ. ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ആ പ്രസവിക്കുന്ന പെണ്ണിനെ ഒന്ന് മര്യാദയ്ക്ക് സംരക്ഷിക്കാൻ പറ്റൂല, അതിന്റെ അടുത്തിരുന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റൂല, അതിന് വേദന വരുമ്പോൾ അതിന്റെ കാലൊന്ന് തടവി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ യാതൊന്നും പറ്റില്ല. ലേബർ റൂമിൽ കുറെ കടുവകളുണ്ടാവും. ആ കടുവകളുടെ കുരയ്ക്കൽ കേട്ട്, അലറൽ കേട്ട് പേടിച്ചു വിറച്ച പെണ്ണ് അവിടെ നിൽക്കണം. ഇനി ഒരിക്കലും പ്രസവിക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തോടെ ആയിരിക്കും അവിടെ ഇറങ്ങി വരുന്നത്. അതാണ് മിക്ക ആശുപത്രികളുടെ അവസ്ഥ. എന്തോ ഒരു മഹാപാതകം ചെയ്യുന്നത് പോലെയാണ് അവിടെ ചെല്ലുമ്പോൾ പെരുമാറുന്നത്. അത് ഏത് ആശുപത്രി എന്നല്ല, മിക്കവാറും എല്ലാ ആശുപത്രികളും അങ്ങനെ തന്നെയാണ്. എന്നാലും ബില്ലുകൾ മുഴുവൻ കൊടുക്കാൻ വേണം. അവർ ചോദിക്കുന്ന ബില്ല് കൊടുക്കണം, അവർ ചോദിക്കുന്നത് മുഴുവൻ ചെയ്യണം. മാന്യമായ ഒരു സേവനം തരൂ, ഇല്ല. മാന്യമായി ഒന്ന് സഹകരിക്കൂ, ഇല്ല. മാന്യമായി ഒന്ന് പുഞ്ചിരിക്കൂ, അതുപോലും ചെയ്യില്ല. പിന്നെ ക്യൂ നിന്ന് മടുക്കും. എത്രത്തോളം ദുരന്തവും ദുരിതമാക്കാൻ പറ്റുമോ അത്രത്തോളം ദുരന്തവും ദുരിതമാക്കി മാറ്റും ഈ ആശുപത്രികൾ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ വീട്ടിൽ പ്രസവിക്കാതിരിക്കും? ഇത് ഞാൻ തുറന്നു പറയുന്നത് ഓരോ വ്യക്തികളുടെയും അനുഭവമാണെന്ന് എനിക്കറിയാം. പക്ഷെ എത്ര പേര് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് അനുഭവിച്ചതാണ്. ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് എഴുതണം. ആശുപത്രികൾ മാന്യമായി ഇതൊരു പരിചരണം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കി സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ സർക്കാർ ഇടപെടണം. സർക്കാർ ഇവിടെ അതൊരു വ്യവസായമായി കാണുകയാണല്ലോ. ആ വ്യവസായികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആശുപത്രി സംരക്ഷണ ബില്ല് ഇറക്കി കൊടുത്തത്.
അവിടെ വരുന്ന രോഗികളില്ല എന്നുണ്ടെങ്കിൽ ആശുപത്രികളില്ല എന്നുള്ളൊരു സാമാന്യ ബോധം പോലും ഇവിടുത്തെ സർക്കാരിനുണ്ടായില്ല. ആശുപത്രിയിൽ എന്ത് തോന്നിയാസം കാണിക്കാം, കത്രിക വെച്ച് മറക്കാം, ഉറുമ്പുകളെ വെച്ച് തുന്നിക്കൂട്ടാം, എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കും. അത് ചോദ്യം ചെയ്യുന്നവനെ അകത്ത് കൊണ്ടുപോകും. പിന്നെ എങ്ങനെയാണ് ഞാനങ്ങ് വീട്ടിൽ പ്രസവിച്ചേക്കാം, എന്നാൽ ഒന്നുകിൽ അങ്ങ് മരിച്ചു പോകും, അതല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ ഭർത്താവിൻ്റെ, മറ്റുള്ളവരുടെ പരിചരണമൊക്കെ എനിക്ക് കിട്ടുമല്ലോ, സമാധാനം ഉണ്ടാവുമല്ലോ എന്നിങ്ങോട്ട് കരുതും. ഇതാണ് അതിന്റെ കാരണം. ആശുപത്രികളും ഇവിടുത്തെ ആരോഗ്യ വകുപ്പും മാറി ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ പ്രസവവും കൂടും, അതുപോലെ അപകട മരണവും കൂടും, അതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ഇനി ഉണ്ടാവുകയും ചെയ്യും. വ്യവസായമല്ല, ആരോഗ്യമാണ് വലുത്. വ്യവസായം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോളി. ഒരുപാട് വ്യവസായങ്ങൾ നടത്തുന്നുണ്ടല്ലോ. കൂണുകൾ പോലെ ആശുപത്രികൾ ഉണ്ടാക്കി അതിന്റെ എണ്ണവും വണ്ണവും കൂട്ടി അതിനെ വ്യവസായവൽക്കരിച്ച് എന്നിട്ട് ഒരു ആരോഗ്യ വകുപ്പ് എന്ന് പേരും കൊടുത്ത് അലോപ്പതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണക്കാരായ ഒരു വലിയൊരു വിഭാഗം ജനം ഇത് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ പറയുന്നത് ഒരുപക്ഷെ മനസ്സിലാവും. Different angles. Don't forget to subscribe and support this channel.